എപ്പോഴും നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ. അതാണ് സ്വാഭാവികമായിട്ടുള്ളത്. പക്ഷെ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ആരോഗ്യകരമായ ഒരവസ്ഥ എന്താണെന്നറിയാമോ? ദൈവം നമ്മൾക്ക് കടക്കാനായി നിൽക്കണം. പലപ്പോഴും വരണ എന്താണ്? നമ്മൾ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് അത്ര ഹെൽത്തി അല്ല. ഞാൻ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായി? കാൽനൂറ്റാണ്ട് 30 വർഷമായില്ലേ. അപ്പോൾ ഇവരുടെ ആധ്യാത്മികതയുടെ ഓരോ ഘട്ടങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണ ഇതാണ്: ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ ആയിരിക്കണം. ഈ പത്രോസ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. പത്രോസിന് ഇങ്ങോട്ട് കൊടുക്കുക, ആ അക്കൗണ്ട് ക്ലോസ് ആകുമ്പോൾ പത്രോസിന് കർത്താവ് തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് ആ അക്കൗണ്ട് ക്ലോസ് ആകുന്നത്. അത് ക്യാരി ഓവർ ചെയ്ത് അടുത്ത പേജിലോട്ട് പോകുമ്പോൾ, പുനരുത്ഥാനത്തിൻ്റെ പേജ് വരുമ്പോൾ പത്രോസിന് ഈശോ കടക്കാനായി നിൽക്കുന്നത് കാണാം. അതെങ്ങനെയാണ്? പത്രോസ് ഈശോന് അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ ആ കണക്ക് വന്ന് അവസാനിക്കാൻ കാര്യം എന്താ? അമ്മയും അങ്ങനെയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് കണക്ക് തീർക്കുമ്പോഴേ ദൈവം അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള പോലെ കണക്ക് വന്ന് അവസാനിപ്പിക്കുന്നത്. കൈ ഇടിച്ച് കർത്താൻ സ്ലേലിയ വിശ്വസ്വത്തം വിശ്വസ്വത്തം ഞങ്ങളും നിന്മക്കളല്ലോ, നിന്റെ യേശുവോടെന്നും ഞങ്ങളും നിന്മക്കളല്ലോ, നിന്റെ യേശുവോടെന്നും കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീയേ, കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീയേ. നമ്മുടെ ധ്യാന വിഷയം എന്താണ്? പത്രോസിൻ്റെ കണക്ക് പുസ്തകം. എന്താ വെച്ചാൽ ഇങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? പത്രോസ് യോഹന്നാനും യാക്കോബും ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു കാര്യമാണ്. കർത്താവിൻ്റെ മുമ്പിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ 3 കക്ഷികൾ ഒരുപോലെ ചെയ്ത ആൾക്കാരാണ്. പത്രോസും ചെയ്തു, യോഹന്നാനും ചെയ്തു, യാക്കോബും ചെയ്തു. പൈശാചികമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. പക്ഷേ പിശാച് എന്ന് കർത്താവ് വിളിച്ചത് ആരെയാണ്? പത്രോസിനെ. യോഹന്നാനെ വിളിച്ചില്ല, യാക്കോബിനെ വിളിച്ചില്ല. എന്നാൽ അപ്പോൾ യോഹന്നാനെ വിളിച്ചില്ല എന്ന് പറയാൻ കാര്യം എന്താ? യോഹന്നാനെയും യാക്കോബിനെയും പിശാചെന്ന് വിളിക്കാനുള്ള നല്ലൊരു അവസരം ഉണ്ടായി. ഈശോ വിളിച്ചില്ല. ഏതവസരമാണ് യോഹന്നാനെയും യാക്കോബിനെയും പിശാചെന്ന് വിളിക്കാനുള്ള ഒരു അവസരം? ഇവർ സമറിയായിലേക്ക് പോയ സമയമാണ്, അല്ലേ? കർത്താവ് ഒരു ഉച്ചക്കൊക്കെ പറഞ്ഞ്, നിങ്ങൾ സമറിയായിലേക്ക് കൂടിയാണ് നമ്മൾ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പോൾ അന്തി ഉറങ്ങാനുള്ള ഇടം ഏതെങ്കിലും വഴിയമ്പലങ്ങൾ നോക്കി വെക്കാൻ വേണ്ടി ഈ 2 കക്ഷികളെ പറഞ്ഞു വിടും. ആരെ വിടും? യോഹന്നാനെയും യാക്കോബിനെയും. ഇവർ സമറിയായി ചെല്ലുമ്പോൾ സമറിയാക്കാരുമായിട്ട് പിടിവലിയാവും. എന്താ കാര്യം? സമറിയാക്കാരും യഹൂദന്മാരും തമ്മിൽ ജന്മ ശത്രുക്കളാണ്. തന്നെയല്ല പ്രശ്നം, സമറിയായിലോട്ടാണ് ഇവർ ചെന്നിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇവർ ആ വഴി പോവുകയാണ്. എങ്ങോട്ടാണ് പോകാൻ പോണത്? ജെറുസലേമിലേക്കാണ് പോണത്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ സമറിയാക്കാരെ കയറ്റത്തില്ല. നബൂഖദ്നേസറിൻ്റെ കാലത്ത് കുറേ സമറിയയിലെ യഹൂദന്മാരെ ബാബിലോണിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചതിന് ശേഷം അവിടുത്തെ കുറേ യഹൂദരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു. അവർ യഹോവയല്ല ആരാധിക്കണത്. അപ്പോൾ ഇവിടുത്തെ യഹൂദന്മാരും സമറിയക്കാരും തമ്മിൽ സങ്കരവർഗമായിട്ടുള്ള ഈ ആദ്യമാണ് സമറിയയിലുള്ളത്. അതുകൊണ്ടാണ് സമറിയക്കാരെ യഹൂദന്മാർ ദേവാലയത്തിൽ കയറ്റാത്തത്, യഹൂദ ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിൽ കയറ്റാത്തത്. അപ്പോഴങ്ങനെ വളരെ സീരിയസ് വിഷയമാണ്. അതുകൊണ്ട് ഇവർ മൗണ്ട് ഗെരീസിം എന്നും പറഞ്ഞുകൊണ്ട് സമറിയയിൽ ബദൽ ദേവാലയം ഉണ്ടാക്കി.
അവിടെ യഹൂദന്മാരെയും കയറ്റത്തില്ല, യഹൂദന്മാരെ അങ്ങോട്ട് പോകത്തുമില്ല. അപ്പോൾ ഇങ്ങനെ വളരെ, അതുകൊണ്ടാണ് സമറിയക്കാരി ഈശോയുമായി സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടല്ലോ, അത് ഞാനൊരു സമറിയക്കാരനാണ്, നീ യഹൂദനാണ്, സമറിയക്കാരും യഹൂദനും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഈശോ ബന്ധമുണ്ടാക്കാൻ വേണ്ടി വിടണത്. പക്ഷെ അത് വലിയ പ്രശ്നമായി മാറും. എന്താ പ്രശ്നമായി മാറണത്? സമറിയക്കാർ വഴി നടക്കാൻ പോലും സമ്മതിക്കത്തില്ല. ആരെ? യോഹന്നാനെ, യാക്കോബിനെയും. അപ്പോൾ അവർക്ക് ദേഷ്യം വരും. ദൈവം നിങ്ങളെ വിടുന്ന വഴികളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ദേഷ്യം വരണ സാഹചര്യം ഉണ്ടാകും. അതെപ്പോഴും ഓർക്കണം. ദൈവം നിങ്ങളെ വിടുന്ന വഴികളിൽ ചിലപ്പോൾ അവിടെയുള്ള വ്യക്തികളും അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായി നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസാകാം, ചിലപ്പോൾ നിങ്ങളുടെ വാദ്യാര് പണിയാണെങ്കിൽ സ്കൂളാകാം, ചിലപ്പോൾ മാറി വന്ന എച്ചമാകാം, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറി വന്ന SI ആകാം. ദൈവം നിങ്ങളെ വിടുന്ന വഴികളിൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആൾക്കാരുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യങ്ങൾ വരും. വളരെ സമാധാനമായിരുന്ന ആൾക്കാരാണ് ആര്? യോഹന്നാനും യാക്കോബ്. ഇപ്പോൾ അവർ പ്രക്ഷുബ്ധരായിരിക്കുകയാണ്. എന്താണ്? അവരേറ്റുമുട്ടിയ, അവരെ പറഞ്ഞു വിട്ട വഴികളിലുള്ളവരെ ഇപ്പം നിന്നെ കെട്ടിച്ച് വിടുമ്പോഴും അങ്ങനെ ഉണ്ടാകാം. അവിടെ ചെല്ലുന്ന നാത്തൂനുമായിട്ട് നിനക്ക് ശരിക്കും പോലത്തെ ഉണ്ടാവും. നിന്നെ കെട്ടിച്ച് വിട്ടെന്ന് വിചാരിച്ചോ, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പറ്റും, അവിടെയുള്ള നാത്തൂനും അമ്മായിയമ്മയും കൂടി ഒരു ടീമാകും, നീ പുറത്താകും. ചിലപ്പോൾ നീ ബെഡ്റൂമിൽ തന്നെ ഒളിച്ചിരിക്കണ കാണാം മാസങ്ങളോളം, ഇല്ലേ? അപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യം, ജീവിതത്തിൽ നമ്മൾ ഇഷ്യൂസ് മാറ്റാൻ പറ്റത്തില്ല. ഇഷ്യൂസ് മാറ്റിക്കൊണ്ട്, എന്തെങ്കിലും വിഷയങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ഒരു ജീവിതം സാധ്യമല്ല. അതിനെ കൺഫ്രണ്ട് ചെയ്യാനാണ് ഈശോ പറഞ്ഞത്. സമരക്കാരുമായിട്ട് ഇഷ്യൂസ് ഉണ്ട്, എന്നാൽ പിന്നെ ഈശോ അങ്ങോട്ട് വിടരുത്, ഈശോ അങ്ങോട്ട് മാത്രമേ വിടത്തുള്ളൂ. അതാണ് സംഭവം. അപ്പം അങ്ങനെ വന്നപ്പോൾ അവിടെ ഇവർ തമ്മിൽ വാക്ക് പറഞ്ഞ് ഉടക്കി ഒന്നും തള്ളുക പിടിവലിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും കയ്യാങ്കളി അവിടെ ഉണ്ടായി കാണും, ഈ യാക്കോബും യോഹന്നാനും സമരക്കാരും തമ്മിൽ. കാര്യം ഇവർ പറയണ വർത്തമാനം വളരെ പെസക് വർത്തമാനമാണ്. ഇവർ ഇടിത്തി പോലെ തിരിച്ചു വന്നിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. അത്രയും അവരെ നശിപ്പിച്ച് കളയണമെന്നുള്ള ചിന്തയിലാണ് 9:54 ലുക്കായുടെ സുവിശേഷം 9:54. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. ഉടമ്പടി കാലങ്ങളിൽ ഇതുപോലെയുള്ള ഉരസരം ഉണ്ടാകാനുള്ള സാധ്യത ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവരോട്. എന്താ ചോദിക്കണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്? അല്ലേ? അതല്ലേ ചോദ്യം. ലുക്കാൻ്റെ സുവിശേഷം 9:55 വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഉടമ്പടി കാലങ്ങളിലെല്ലാം എന്ത് ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റിയ ഒരു ധ്യാനചോദ്യമാണ്. എന്താണ്? എന്തരൂപിയാണ് നമ്മളെ നയിക്കുന്നത്? എന്തരൂപിയാണ് നയിച്ചത്? അഥവാ എന്തരൂപിയാണ് നയിക്കേണ്ടത്? എന്തരൂപിയാണ് അവരെ നയിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാനെന്ന വാക്കല്ലേ ഉപയോഗിക്കണത്. 9:54 സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. അപ്പോൾ മറ്റുള്ളവർ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കും നമ്മളെ. അയൽവാസിയുടെ മാവും കൊമ്പ് നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് ആ മാവും കൊമ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചൊറിപ്പുഴ നൂല് കെട്ടി ഇറങ്ങി നമ്മുടെ അടുക്കളയിൽ കൂടി ഇറങ്ങി തന്നെ കാണാം. അപ്പോൾ നമ്മളെന്താ വിചാരിക്കണത്? ഈ പിശാചുക്കൾ ഏത് കാലത്താണ് കർത്താവ് ഇവിടുന്ന് കുറ്റിയും പറിച്ച് പോകുന്നത്? മനുഷ്യന് സമാധാനം ഇല്ലല്ല എന്ന് പറയും. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? അപ്പോഴും കർത്താവ് നിന്നോട് ചോദിക്കും, അയൽവാസി കുറ്റിയും പറിച്ച് പോകാൻ, ഒരു ചൊറിപ്പുഴുവിൻ്റെ പേരിൽ അയൽവാസി കുറ്റിയും പറിച്ച് പോകാൻ പറയുന്ന അരൂപി നിങ്ങൾ എന്തരൂപിയാണ് നയിക്കുന്നത്? ആ ചോദ്യത്തിന് എപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? നയിക്കുന്ന ആൾ എവിടെയാണ് നിൽക്കുന്നത്? മുമ്പിലോ പുറകിലോ? ഒരു വ്യക്തിയെ നയിക്കുന്ന ആൾ എവിടെയാണ് നിൽക്കേണ്ടത്? മുമ്പിലോ പുറകിലോ?
ഇപ്പം മുമ്പിൽ ആരാ നിൽക്കണമെന്നാണ് ചോദിക്കണത്. അതാണ് സംഭവം. അതായത് എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? കാര്യം ഇവരെന്നാ ചോദിച്ചത്? സ്വർഗത്തിന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ. അപ്പം നശിപ്പിക്കുന്ന അരൂപി എന്നാ അരൂപിയായിരിക്കും? അതാണ് യോഹന്നാൻ 10:10 പറയണത്. യോഹന്നാൻ 10:10 എന്താണ്? കൊല്ലാനും പറഞ്ഞേ നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം പിശാസിൻ്റെ അരൂപിയാണ് അല്ലേ ആരെ നയിക്കണത്? യോഹന്നാനെ നയിക്കണത്. ഈ ഉടമ്പടി കാലത്ത് എന്തരൂപിയാണ് നയിക്കണമെന്നുള്ളത് സീരിയസ് ക്വസ്റ്റ്യനാണ്. പിശാസിനെ ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നടന്നിട്ടില്ലെന്നേ പറയത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവിതത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും പിശാസിനെ ഇറക്കി വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ടില്ല. കാര്യം പിശാസ് ഇരിക്കുന്ന ഇടവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യത്തില്ല. അപ്പോൾ ഉടമ്പടിക്ക് എവിടെയെങ്കിലും ഫ്ലോപ്പായിട്ടുണ്ടാകുന്ന നോക്കണം. ആരാണ് നമ്മുടെ മുമ്പേ നടക്കേണ്ടത്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. യോഹന്നാൻ 10:4 അല്ലേ? യോഹന്നാൻ ഒന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. അപ്പം ഈശോയാണ് മുമ്പേ നടക്കേണ്ടത്. ഈശോയുടെ കാൽ ചുവട് കണ്ടാണ് നമ്മൾ നടക്കേണ്ടത്. ഈശോയുടെ കാഴ്ച. അപ്പോൾ എന്നാ ഇഷ്യൂസ് ഉണ്ടായാലും ഈശോ ഈ വിഷയത്തെക്കുറിച്ച് എന്നാ പറയുന്നു, ഈശോ എങ്ങോട്ടാണ് കാല് വെച്ച് നടക്കണത്, ആ വഴിയെയാണ് നമ്മൾ നടക്കേണ്ടി വരുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി കാലത്ത് സാത്താനെ മുന്നിൽ നിർത്തി നടക്കാതെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തോട് ആവശ്യപ്പെടാതെ ഈശോനെ മുന്നിൽ നിർത്തി യോഹന്നാൻ 10:4 അനുസരിച്ച് കൊണ്ട് കർത്താവിനെ വാക്കിലും പ്രവൃത്തിയിലും കർത്താവിനെ അനുഗമിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.